NIOS 2024 കെമിസ്ട്രി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 43 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 1 തൊട്ട് 16 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 17 തൊട്ട് 28 വരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 29 to 37 വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 38 to 41 ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് 3 മാർക്കിൻ്റെത്. പിന്നെ 42 to 43 ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ 1 to 16 മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കുന്നത്. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്തിന് ഈക്വൽ ആണ്? ഓപ്ഷൻ എ മാസ് ഓഫ് 1 മോൾ ഓഫ് C12 ആറ്റംസ്, ഓപ്ഷൻ ബി മാസ് ഓഫ് 1 C12 ആറ്റം ഡിവൈഡഡ് ബൈ 12, ഓപ്ഷൻ സി മാസ് ഓഫ് 1 C12 ആറ്റം ഇൻറ്റു 12, ഓപ്ഷൻ ഡി മാസ് ഓഫ് 1 മോൾ ഓഫ് C12 ആറ്റംസ് ബൈ 12. അപ്പോൾ ഇതിൽ ഏത് ആൻസർ ആയിട്ട് വരും? ഇതിൽ ഓപ്ഷൻ ബി മാസ് ഓഫ് 1 C12 ആറ്റം ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ഇൻ എവറി കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ഓൾ ദി റെക്ടൻറ്റ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ഓൾ ദി പ്രോഡക്റ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അക്കോർഡിംഗ് ടു. അതായത് എല്ലാ കെമിക്കൽ റിയാക്ഷൻസിലും എല്ലാ റെക്ടൻസിൻ്റെയും ടോട്ടൽ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കുമെന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻസ്, ഓപ്ഷൻ ബി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, ഓപ്ഷൻ സി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഓപ്ഷൻ ഡി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. ഇതിൽ ഓപ്ഷൻ സി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ സാധിക്കുക. Third question, in the species of 80 to the power of 199 Hg, the number of protons, neutrons and electrons respectively are? Option A 80, 119, 80, option B 80, 199, 80, option C 119, 80, 119, option D 199, 80, 199. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 199ഉം 80ഉം ആണല്ലേ. അപ്പോൾ ആ 199 നിന്ന് 80 കുറച്ച് 119 വരും. അപ്പോൾ ഈ 119 നടുവിൽ വരുന്ന, അതായത് 80, 119, 80 എന്നുള്ള ഈ ഓപ്ഷനാണ് കറക്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടെ നമുക്ക് ആറ്റോമിക് നമ്പർ 80 ആണ്, മാസ് നമ്പർ 199 ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണമാണ് നമ്മൾ സാധാരണ നടുവിൽ എഴുതുക. അപ്പോൾ എത്ര വരും? 199 മൈനസ് 80, 119 ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്യുന്നത്. Fourth question, the ratio of the number of moles of one component to the total number of moles in the solution is known as. അതായത് ഒരു കോമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസും അതുൾപ്പെടുന്ന സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഓപ്ഷൻ ഡി മോൾ ഫ്രാക്ഷൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അഡിയാബാറ്റിക് പ്രോസസ് പ്രൊസീഡ് വിത്ത്. ഇതിൽ അഡിയാബാറ്റിക് പ്രോസസ്സുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നത് എന്താണ്? എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, എ ചേഞ്ച് ഇൻ പ്രഷർ, ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. ഇവിടെ ചേഞ്ച് ഇൻ പ്രഷറാണ് ആൻസറായിട്ട് വരുന്നത്. Question number 6. The standard enthalpy of atomization of a substance is the change in enthalpy when? Option A 1 mole of substance is converted into its atoms in gaseous state at 25 degrees Celsius and 1 bar pressure. Option B 1 molecule of substance is converted into its atoms in gaseous states at 25 degrees Celsius and 1 bar pressure. Option C 1 mole of a substance is converted into its atoms in gaseous state at a given temperature and 1 bar pressure. Option D 1 molecule of substance is converted into its atom in gaseous state at given temperature and 1 bar pressure. ഒരു സബ്സ്റ്റൻസിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പിയിൽ എപ്പോൾ ചേഞ്ച് സംഭവിക്കുമ്പോഴാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ആറ്റംസ് ഇൻ ഗ്യാസിയസ് സ്റ്റേറ്റ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ബാർ പ്രഷർ. അപ്പോൾ അവിടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം
അതിന് ഈ എക്സ്പ്ലനേഷൻ നോക്കുക. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of an element is converted to its atoms in the gaseous phase under standard conditions. Okay. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ്റ്റെൻറ്റ് ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ്സ് ഓർ ബേസസ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് വീക്ക് ആസിഡ്സ് ഓർ ബേസസ് ആർ. ഓപ്ഷൻ എ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ, ഓപ്ഷൻ ബി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ, ഓപ്ഷൻ സി എക്സ്പൊണൻഷ്യലി റിലേറ്റഡ് ടു ഈച്ച് അതർ, ഓപ്ഷൻ ഡി നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ. എന്താ അതിനുത്തരം വരിക? ഓപ്ഷൻ എ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ദ സ്ട്രെങ്ത് ഓഫ് എ വീക്ക് ആസിഡ് ഓർ ബേസ് ഇൻക്രീസസ്. അതായത് ഒരു വീക്ക് ആസിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ബേസിൻ്റെ ഒക്കെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും എപ്പോൾ? വിത്ത് ഇറ്റ്സ് എക്സ്റ്റെൻറ്റ് ഓഫ് അയണൈസേഷൻ, അതിൻ്റെ അയണൈസേഷൻ്റെ എക്സ്റ്റെൻറ്റ് അനുസരിച്ച്. ഹെൻസ് ബോത്ത് ആർ ഡയറക്ട്ലി റിലേറ്റഡ്. അതുകൊണ്ട് രണ്ടും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. 8th ക്വസ്റ്റ്യൻ. ബ്രോൺസ്റ്റഡ്-ലോവറി കോൺസെപ്റ്റ് ഓഫ് ആൻ ആസിഡ് ആൻഡ് ബേസസ് ഈസ് ബേസ്ഡ് ഓൺ. ഒരു ആസിഡിൻ്റെയും ബേസിനെയും സംബന്ധിച്ച ബ്രോൺസ്റ്റഡ്-ലോവറി കോൺസെപ്റ്റ് എന്താണ്? ഡൊണേഷൻ ഓഫ് H+ അയോൺ ആൻഡ് OH- അയോൺ റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻ ബി ഫോർമേഷൻ ഓഫ് H3O+ അയോൺ ആൻഡ് OH- അയോൺ. ഓപ്ഷൻ സി ഡൊണേഷൻ ഓഫ് പ്രോട്ടോൺ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് പ്രോട്ടോൺ റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻ ഡി അക്സെപ്റ്റൻസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഡൊണേഷൻ ഓഫ് പ്രോട്ടോൺ റെസ്പെക്റ്റീവ്ലി. ഇതിൽ ഡൊണേഷൻ ഓഫ് പ്രോട്ടോൺ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് പ്രോട്ടോൺ റെസ്പെക്റ്റീവ്ലി അതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി ഇതൊരു തിയറി ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ആൻസർ പഠിക്കാവുന്നതാണ്. അക്കോർഡിംഗ് ടു ദി ബ്രോൺസ്റ്റഡ്-ലോവറി കോൺസെപ്റ്റ്, ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ആർ. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് താഴെ പറയുന്നവയിൽ ഏതാണ്? നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ. ഓപ്ഷൻ സി ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. ഓപ്ഷൻ ഡി നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് മൂന്നും വരും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്? ഇലക്ട്രോലൈറ്റിൻ്റെ ടൈപ്പ് ഏതാണ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ കോൺസെൻട്രേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഇന്നർ സർക്യൂട്ട്. ഓപ്ഷൻ ബി ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഔട്ടർ സർക്യൂട്ട്. ഓപ്ഷൻ സി ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഓപ്ഷൻ ഡി ഇറ്റ് പ്രിവെൻറ്റ്സ് അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഇൻ ദി 2 ഹാഫ് സെൽസ്. ഇതിൽ ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഇന്നർ സർക്യൂട്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പം എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ സോൾട്ട് ബ്രിഡ്ജ് കംപ്ലീറ്റ്സ് ദ ഔട്ടർ സർക്യൂട്ട്, നോട്ട് ദി ഇന്നർ സർക്യൂട്ട്. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ. ചൂസ് ദി മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഫ്രം ദി ഫോളോവിങ്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇനി 12th ചോദ്യം. ദ തേർഡ് സീരീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ഓർ എലമെൻറ്റ്സ് ഈസ് ഫ്രം. ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ തേർഡ് സീരീസ് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ഇട്രിയം ടു ലാന്തനം. ഓപ്ഷൻ ബി സ്കാൻഡിയം ടു കോപ്പർ. ഓപ്ഷൻ സി സ്കാൻഡിയം ടു സിങ്ക്. ഓപ്ഷൻ ഡി ആക്ടിനിയം ടു ലോറൻസിയം. സ്കാൻഡിയം ടു സിങ്ക് ആണ് ആൻസറായിട്ട് വരുന്നത്. ദ തേർഡ് സീരീസ് സ്റ്റാർട്ട്സ് വിത്ത് സ്കാൻഡിയം 21 ആണ്, എൻഡ് ചെയ്യുന്നത് സിങ്ക് 30 ആണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഈസ് ഡ്യൂ ടു ഇൻക്രീസിങ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ നമുക്ക് തിയറി ആയിട്ടും വരാവുന്ന ചോദ്യമാണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ 1 വേർഡ് അല്ലെങ്കിൽ തിയറി ആയിട്ടൊക്കെ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഈസ് ഡ്യൂ ടു ഇൻക്രീസിങ്. അപ്പോൾ എന്തിൽ ഇൻക്രീസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത്? ഷീൽഡിംഗ് ബൈ 4f ഇലക്ട്രോൺസ്, ആറ്റോമിക് നമ്പർ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, സൈസ് ഓഫ് 4f ഓർബിറ്റൽ. ലാന്തനൈഡ് കോൺട്രാക്ഷൻ occurs due to poor shielding by 4f electrons, increasing the effective nuclear charge. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, അതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 14th ചോദ്യം. ജോമെട്രിക്കൽ ഐസോമറിസം is shown by isomers in which first coordination sphere is same but geometrical arrangement of ligands varies.
This isomerism is only possible for coordination number. Option A greater than or equal to 4, option B less than or equal to 4, option C greater than or equal to 2, option D equal to 2. Geometrical isomerism occurs in coordination compounds with a coordination number greater than or equal to 4. കോർഡിനേഷൻ നമ്പർ 4-നേക്കാൾ കൂടുതലോ 4-ന് ഈക്വൽ ആയിട്ടോ വരുമ്പോഴാണ് ജോമെട്രിക്കൽ ഐസോമറിസം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് ആൻ എലാസ്റ്റോമിയർ, എ തെർമോപ്ലാസ്റ്റിക് പോളിമിയർ, എ തെർമോസെറ്റിംഗ് പോളിമിയർ, എ പ്ലാസ്റ്റിസൈസർ. ഒരു വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുന്നത് എലാസ്റ്റോമിയർ ആണ്. കാരണം അവിടെ ക്രോസ് ലിങ്കിങ് ഉണ്ട്, അത് ഇലാസ്റ്റിസിറ്റിയും സ്ട്രെങ്തും ഒക്കെ കൂട്ടുന്നതാണ്. സോ ആൻ എലാസ്റ്റോമിയർ എന്നുള്ളതാണ് ആൻസർ. 16th ക്വസ്റ്റ്യൻ, ലോ ഡെൻസിറ്റി പോളിത്തിലീൻ. ലോ ഡെൻസിറ്റി പോളിത്തിലീൻ ചേരുന്നത് എന്താണ് ഇതിൽ? ഹാസ് ലീനിയർ ചെയിൻ ഓഫ് മോളിക്യൂൾസ്, ഹാസ് ബ്രാഞ്ചിങ് ഇൻ പോളിമിയർ ചെയിൻസ്, ഈസ് പാക്ക്ഡ് ഇൻ എ കോമ്പാക്ട് ഫാഷൻ, ഈസ് ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ പോളിപ്രൊപ്പിലൈൻ. ഒരു ലോ ഡെൻസിറ്റി പോളിത്തിലീൻ എന്ന് പറയുന്നതിന് ഹൈലി ബ്രാഞ്ചഡ് ചെയിൻസ് ഉണ്ടായിരിക്കും, വിച്ച് മേക്സ് ഇറ്റ് ലെസ് ഡെൻസ് ആൻഡ് ലെസ് ക്രിസ്റ്റലൈൻ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഹാസ് ബ്രാഞ്ചിങ് ഇൻ പോളിമിയർ ചെയിൻസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ.